ബിസ്മില്ലാ വൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. اللهم اجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا كريم. സൂറത്ത് അംബിയായിലെ 80-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. أعوذ بالله من الشيطان الرجيم. وعلمناه صنعة لبوس لكم لتحصنكم من بأسكم فهل أنتم شاكرون. وعلمناه صنعة لبوس لكم لتحصنكم من بأسكم فهل أنتم شاكرون. കഴിഞ്ഞ ആയത്തിൽ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകിയ പ്രത്യേക അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതിൻ്റെ ബാക്കിയാണ് 80-ാമത്തെ വചനവും. വഅല്ലംനാഹു സ്വൻഅത ലബൂസിൻ ലക്കും. വഅല്ലംനാഹു, നാം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു. സ്വൻഅത ലബൂസിൻ, ലബൂസ് ഉണ്ടാക്കുന്നത്. സ്വന്നഅത്ത് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കൽ, നിർമ്മിക്കൽ എന്നാണ്. ലബൂസ് ഉണ്ടാക്കുന്നതിനെ നാം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു. ലക്കും, നിങ്ങൾക്ക് വേണ്ടി. അപ്പം ലബൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറബി ഭാഷയിൽ ലബൂസ് എന്നതിന് വ്യത്യസ്തമായ അർത്ഥങ്ങളുണ്ട്. ഇവിടെ പടയങ്കി, പടച്ചട്ട എന്നാണ് അർത്ഥം. ലബൂസ് എന്ന് പറഞ്ഞ ഭാഷയിൽ ധരിക്കപ്പെടുന്നതിനൊക്കെ ലബൂസ് എന്ന് പറയും. ലിബാസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതേ സമാനമായൊരു പദമാണ് ലബൂസ്. ധരിക്കപ്പെടുന്നതിനൊക്കെ ലബൂസ് എന്ന് പറയും. അറബികളും അങ്ങനെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. പടച്ചട്ട എന്ന അർത്ഥത്തിലും അവരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ജാഹിലി കവികൾ പോലും അതൊക്കെ പാടിയിട്ടുണ്ട്. അലിഹ ഉസൂദുൻ ദാരിയാത്തുൽ ലബൂസുഹും സവാബിഖു ബീദുല്ലാ യുഹർരികുഹൻ നബ്ലു എന്ന് സുഹൈർ ഇബ്നു അബി സലമ ജാഹിലി കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇസ്ലാമിലും ജീവിച്ചിട്ടുണ്ട്. അദ്ദേഹം പാടുന്നത് കാണാം. പടയാളികളെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ, വിശേഷിപ്പിക്കുമ്പോൾ അവിടെ അദ്ദേഹം പറഞ്ഞ ലബൂസുഹും, അവരുടെ പടയങ്കി, പടച്ചട്ട, സവാബിഖു ബീദുൻ, വെളുത്തതും വിശാലമായതുമാണ്. ലാ യുഹർരികുഹ അന്നബ്ലു, അമ്പ് തറച്ചു കയറുകയില്ല. അതതിൻ്റെ വിശേഷണമായി പറഞ്ഞതാണ്. പത്ര കട്ടിയുള്ള ദൃഢമായ ലബൂസ് അവർക്കുണ്ട്, പടച്ചട്ടയുണ്ട് എന്ന് അദ്ദേഹം അവിടെ പാടുന്നത് കാണാം. അതേപോലെ തന്നെ അറബികളുടെ കൂട്ടത്തിൽ പെട്ട മറ്റൊരു കവിയാണ് ഖുവൈലിദ് ഇബ്നു ഖാലിദ്. അദ്ദേഹം ലബൂസ് എന്ന പദം എല്ലാ ആയുധങ്ങൾക്കും, വാളിനും കുന്തത്തിനും മറ്റ് വ്യത്യസ്തമായ ആയുധങ്ങൾക്കൊക്കെ അത് ഉപയോഗിക്കാം എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ കവിതയിൽ പ്രയോഗിച്ചിട്ടുണ്ട്. വമഈ ലബൂസുൽ ലിൽ ബഈസി കഅന്നഹു റൗഖും ബിജബ്ഹതി ദീനി ആജി മുജ്ഫിലി. എൻ്റെ അടുക്കൽ ഒരു കുന്തമുണ്ട്, ലബൂസുണ്ട്. യുദ്ധത്തിനുപയോഗിക്കുന്ന കുന്തത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ലിൽ ബഈസി, ശക്തനായ ആളെ നേരിടാനുള്ള. കഅന്നഹു റൗഖും ബിജബ്ഹതി ദീനി ആജി മുജ്ഫിലി, ഒരു കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെയുള്ളതാണ് എന്ന് പറഞ്ഞാൽ അത്ര ശക്തമാണ് എൻ്റെ അടുത്തുള്ള ആ കുന്തം. അത് ഏത് ശക്തനെയും മറിച്ചിടാൻ കഴിയുന്ന. അവിടെ പ്രയോഗിച്ച പ്രയോഗം, അതാണ് നമ്മുടെ വിഷയം, ലബൂസ് എന്നാണ്. അപ്പം അവിടെ അദ്ദേഹം ഉദ്ദേശിച്ചത് ആ ഒരു കുന്തത്തെയാണ് അവിടെ ലബൂസ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ അങ്ങനെയും ഉദ്ദേശിക്കാം എന്ന് അറബികൾ അതുകൊണ്ട് ഉദ്ദേശിക്കാറുണ്ട് എന്ന് നമുക്കിന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ
ധരിക്കുന്ന എല്ലാത്തിനും പൊതുവായി ലബൂസ് എന്ന പദം ഉപയോഗിക്കുമെന്നാണ്. ഇബ്നു സിക്കീത്ത്, അബ്ബാസി കാലഘട്ടത്തിൽ ജീവിച്ച ഇബ്നു സിക്കീത്ത് എന്ന് പറയുന്ന കവി അദ്ദേഹത്തിൻ്റെ കവിതയിൽ കൊടുത്തിട്ടുണ്ട്, ഇൽബസ് ലികുല്ലി ഹാലത്തിൻ ലബൂസഹ ഇമ്മാ നഈമഹ വ ഇമ്മാ ബൂസഹ. ഇൽബസ് ലികുല്ലി ഹാലത്തിൻ ലബൂസഹ, എല്ലാ അവസ്ഥക്കും യോജിച്ച വസ്ത്രം നീ ധരിക്കുക എന്ന് അദ്ദേഹം അവിടെ പാടിയത് കാണാം. അപ്പോൾ ഈ കവിതകളൊക്കെ പറയാൻ കാരണം ഭാഷയിലെ അടിസ്ഥാനങ്ങൾ നോക്കുമ്പോൾ അവിടെ നമ്മൾ അറബി കവിതകളിലാണ് ഇതിൻ്റെയൊക്കെ പ്രയോഗങ്ങൾ കാര്യമായി വരിക, അതിൻ്റെ അർത്ഥങ്ങളും കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണത് പറഞ്ഞു പോയത്. തഫ്സീറുകളിലൊക്കെ ഈ ഒരു വിശദീകരണം കാണാം. അപ്പോൾ ലബൂസ് എന്ന പദത്തിന് ഇത്രയും അർത്ഥങ്ങളിൽ അത് ഉപയോഗിക്കും. ഇവിടെ പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചത് ലബൂസ് എന്നത് പടച്ചട്ടക്കാണ്. പടയങ്കി, പടച്ചട്ട എന്നൊക്കെ നമുക്കതിന് പറയാം. ഇമാം ഖത്താദ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അവ്വലു മൻ സനഅ ദുറൂഅ ദാവൂദ്, ആദ്യമായി പടച്ചട്ട നിർമ്മിച്ചത് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. വഇന്നമാ കാനത്ത് സഫായിഹു ഫഹുവ അവ്വലു മൻ സറദഹ വഹല്ലഖഹ, അതിനു മുമ്പ് അവരൊക്കെ ഉപയോഗിച്ചിരുന്നത് ഇരുമ്പിൻ്റെ തകിടുകളായിരുന്നു. അതിന് പകരമായി ഉപയോഗിച്ചിരുന്നത് ശരിക്ക് മെടഞ്ഞുണ്ടാക്കാത്ത, രൂപകൽപ്പന ചെയ്യാത്ത ഒരു സാധനമായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ അതിനുശേഷം ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമാണ് ഫഹുവ അവ്വലു മൻ സറദഹ, ആദ്യമായി അത് തുന്നിയുണ്ടാക്കിയതും വഹല്ലഖഹ, അതിനെ കോട്ടി വട്ടമാക്കിയതുമൊക്കെ അദ്ദേഹമാണ് എന്ന് ഇമാം ഖത്താദ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാൻ കഴിയും. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ് അത് ഉണ്ടാക്കി നിർമ്മിച്ചത് എന്നതാണ് അവിടെ സൂചിപ്പിച്ചത്. നമുക്ക് വേണ്ടിയാണ്, ലക്കും എന്ന പ്രയോഗം വളരെ ശ്രദ്ധേയമാണ്. നമുക്ക് വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് നബിക്ക് അത് പഠിപ്പിച്ചു കൊടുത്തത്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്രയോ കാലം മുമ്പ് ജീവിച്ച ആളാണ്. അതിനുശേഷം അറബികളിലേക്കാണ് പരിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത്. അവരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ലക്കും, നിങ്ങൾക്ക് വേണ്ടിയാണ് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നാം അത് പഠിപ്പിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് വലിയ ഒരു അനുഗ്രഹമുണ്ട്. ആ ഇരുമ്പിനെ ആ നിലക്ക് വയക്കാനും അതിനെ ഉരുക്കാനും ആ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുവാനും വസ്തുക്കൾ ഉണ്ടാക്കുവാനും ഒക്കെ പഠിപ്പിച്ചത് ഇന്നും നമ്മൾ ഉപയോഗിച്ചു വരുന്നുണ്ട്. ആ നിഅമത്ത് ഇന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന നിഅമത്ത് ഇന്നും നമ്മളൊക്കെ ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇരുമ്പ് കൊണ്ട് സാധനങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ അതിനെ ഉരുക്കണം എന്നത് നമ്മളൊക്കെ ഇന്നും അനുവർത്തിച്ചു വരുന്ന കാര്യമാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് നബിക്ക് കൈകൊണ്ട് ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ, നമ്മൾ മാവ് കുഴക്കുന്നത് പോലെ, നമ്മൾ മണ്ണ് കുഴക്കുന്നത് പോലെ കുഴക്കാൻ പറ്റുന്ന രൂപത്തിൽ, അങ്ങനെ കൈകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ വഅലന്നാ ലഹുൽ ഹദീദ്, സൂറത്ത് സബയിലെ 10-11 വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം പറയുന്നുണ്ട്. വഅലന്നാ ലഹുൽ ഹദീദ്, അദ്ദേഹത്തിന് നാം ഹദീദിനെ, ഇരുമ്പിനെ മാർദ്ദവമുള്ളതാക്കി കൊടുത്തു. അനിയമൽ സാബിഗാത്തിൻ വഖദ്ദിർ ഫിസ്സർദ്, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു, അതുകൊണ്ട് നീ പടച്ചട്ട ഉണ്ടാക്കുക, പടയങ്കി ഉണ്ടാക്കുക. വഖദ്ദിർ ഫിസ്സർദ്, ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് പൊട്ടിപ്പോകുന്ന രൂപത്തിലാവാൻ പാടില്ല. അതുപോലെ തന്നെ വലിയ വീതിയുള്ള വട്ടത്തിലുള്ള രൂപത്തിലുമാക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നശിച്ചു പോകും എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ അദ്ദേഹത്തെ ഉപദേശിക്കുന്നത് കൂടെ നമുക്ക് കാണാൻ കഴിയും. സൂറത്ത് സബയിലെ 10-11 വചനങ്ങൾ അത് കാണാം. ഇനി എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് നിർമ്മിച്ച് നമുക്ക് നൽകുന്നത്? ലിതുഹ്സിനകും മിൻ ബഅസികും, അള്ളാഹു തന്നെ അതിൻ്റെ കാര്യം പറഞ്ഞു. ലിതുഹ്സിനകും മിൻ ബഅസികും, യുദ്ധത്തിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി, ശത്രുവിൽ നിന്ന് സംരക്ഷിക്കുവാൻ വേണ്ടി, വാളുകളുടെയും അതുപോലെ തന്നെ കുന്തത്തിൻ്റെയും മറ്റു ഉപകരണങ്ങളുടെയും ഒക്കെ ഉപദ്രവത്തിൽ നിന്ന് നിങ്ങളെ തടയാൻ വേണ്ടി ലിതുഹ്സിനകും മിൻ ബഅസികും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറഞ്ഞത്. അവിടെ 2-3 പാരായണങ്ങളുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. 3 രീതിയിൽ അത് ഓതപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം 7 പ്രധാനപ്പെട്ട ഓത്തുകൾ, മുത്തവാത്തിറായി വന്ന 7 ഓത്തുകളുണ്ട്. ആ 7 ഓത്തുകളിലും 7 ഇമാമിങ്ങളുടെ ഓത്തുകൾ, അതിൽ 5 ഇമാമിങ്ങളും ഓതിയത് ലിയുഹ്സിനകും എന്നാണ്. അവിടെ യാ വെച്ചിട്ടാണ് ഓതിയിട്ടുള്ളത്. നമ്മുടെ ഖുർആനിലുള്ളത് ലിതുഹ്സിനകും എന്നാണല്ലോ, നമുക്ക് നോക്കിയാൽ കാണാം ലിതുഹ്സിനകും എന്നാണ്. കാരണം ആ റിവായത്ത് ഹഫ്സ് അൻ ആസിം എന്ന് പറയുന്ന, ആസിം ബിൻ അബി നജൂദ് എന്ന് പറയുന്ന ഈ 7 ഒരു പ്രധാനപ്പെട്ട പണ്ഡിതൻ, കുഫക്കാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിൽ നിന്ന് ഹഫ്സ് റിപ്പോർട്ട് ചെയ്ത റിവായത്താണ് നമ്മളൊക്കെ ഓതിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ ഖുർആനൊക്കെ ആ നിരക്കുള്ളതാണ്. അതിലെങ്ങനെയാണ് വന്നിട്ടുള്ളത്? ലിതുഹ്സിനകും നമ്മൾ ഓതുന്ന രൂപത്തിലാണ് വന്നിട്ടുള്ളത്. എന്നാൽ ഈ ആസിമിൽ നിന്ന് തന്നെ ശുഅബ എന്ന് പറയുന്ന പണ്ഡിതൻ റിപ്പോർട്ട് ചെയ്ത വേറെ റിവായത്തുണ്ട്. അതിൽ എങ്ങനെയാണുള്ളത്? ലിനുഹ്സിനകും എന്നാണുള്ളത്, നൂന് കൊണ്ടാണുള്ളത്.
അപ്പോൾ 3 രീതിയിൽ അത് ഓതപ്പെട്ടിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതൊക്കെ മുതവാത്തിറായി വന്ന സഹിയായ റിപ്പോർട്ടുള്ള സനദുള്ള ഓത്ത് തന്നെയാണ്. ലി തുഹ്സിനക്കും യുഹ്സിനക്കും നുഹ്സിനക്കും എന്ന് 3 നിലക്കും അത് ഓതപ്പെട്ടിട്ടുണ്ട് എന്നത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അങ്ങനെയൊക്കെ ഓതിയാൽ എന്താ അർത്ഥത്തിൽ മാറ്റം വരിക? ചെറിയ മാറ്റങ്ങൾ അവിടെ വരുന്നുണ്ട്. തുഹ്സിനക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥമാക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ഈ ഒരു പടച്ചട്ട, അതുകൊണ്ട് നിങ്ങളെ സംരക്ഷിക്കുമെന്നാവും. ലി തുഹ്സിനക്കും, ആ പടച്ചട്ട നിങ്ങളെ സംരക്ഷിക്കുമെന്നാകും തുഹ്സിനക്കും എന്ന് പറയുമ്പോൾ. യുഹ്സിനക്കും എന്ന് പറയുമ്പോൾ അവൻ നിങ്ങളെ സംരക്ഷിക്കും എന്നാകും. യുഹ്സിനക്കും എന്ന് പറയുമ്പോൾ അവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് ഉദ്ദേശം, അല്ലെങ്കിൽ ദാവൂദ് നബിയായ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. അല്ലാഹു തആല. അതുപോലെ തന്നെ നുഹ്സിനക്കും എന്ന് പറഞ്ഞാൽ നൂന് കൊണ്ട് പറഞ്ഞാൽ അത് ബഹുമാന സ്വരത്തിലാണ് അവിടെ നൂന് ഉപയോഗിച്ചിട്ടുള്ളത്, ബഹുമാനം കാണിക്കുവാൻ വേണ്ടി. അതായത് നാം നിങ്ങളെ സംരക്ഷിക്കും. നാം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല. അവിടെ അല്ലം നാഹു, നാ എന്ന് പറഞ്ഞല്ലോ, അല്ലം നാ, നാം പഠിപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ. ആ ഒരു നാം എന്ന രൂപത്തിലാണ് ഇവിടെയും നുഹ്സിനക്കും എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാണ് പണ്ഡിതന്മാർ ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ പറഞ്ഞാലും ഈ പറഞ്ഞ രൂപത്തിലൊക്കെ പറഞ്ഞാലും അർത്ഥത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുമെങ്കിലും ആശയം നോക്കുമ്പോൾ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. ഫഹൽ അൻതും ഷാക്കിറൂൻ, ഫഹൽ അൻതും ഷാക്കിറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ഈ വലിയൊരു നിഅമത്തിന് നിങ്ങൾ നന്ദി കാണിക്കുന്നില്ലേ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അവിടെ നന്ദി കാണിക്കുന്നില്ലേ, ഫഹൽ അൻതും ഷാക്കിറൂൻ, നന്ദി കാണിക്കുന്നില്ലേ എന്ന ചോദ്യമാണെങ്കിലും ചോദ്യരൂപമാണെങ്കിലും അതിൻ്റെ അർത്ഥം നിങ്ങൾ ശുക്ർ ചെയ്യൂ എന്ന കൽപ്പനയാണ് എന്നാണ്. ഇത് പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു പ്രയോഗമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. വേറെയും ആയത്തുകളിൽ നമുക്കത് കാണാൻ കഴിയും. സൂറത്ത് മാഇദയിലെ 91-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാഅ ഫിൽ ഖംരി വൽ മൈസിർ വയസുദ്ദുകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാ. ശൈത്താൻ നിങ്ങളെ ഖംറിൻ്റെയും ചൂതാട്ടത്തിൻ്റെയും വിഷയത്തിൽ ബഗ്ദാഉം, നിങ്ങൾക്കിടയിൽ അദാവത്തും ബഗ്ദാഉം വിദ്വേഷവും പകയുമൊക്കെ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. വയസുദ്ദകും അൻ ദിക്രില്ലാ, അല്ലാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് നിങ്ങൾ തടയുകയാണ്. വഅനിസ് സ്വലാത്തി, നിസ്കാരത്തിൽ നിന്ന് തടയുകയാണ്. ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ അതിൽ നിന്ന് വിരമിക്കാറായില്ലേ എന്ന് അല്ലാഹു ചോദിക്കുന്നു. ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ വിരമിക്കാറായില്ലേ എന്ന് ചോദിച്ചാൽ ഇൻതഹൂ, നിങ്ങൾ വിരമിക്കൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ശൈത്താനുകളെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്, അതുകൊണ്ട് അത് നിങ്ങൾ ഒഴിവാക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു ഈ ആയത്ത് കേട്ടപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി ഇൻതഹൈനാ യാ റബ്ബു, റബ്ബേ ദാ ഞാൻ നിർത്തി, ഞങ്ങൾ നിർത്തി എന്നാണ്. നിർത്തു എന്ന് പ്രയോഗം കേട്ടപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി അല്ലാഹുവെ നിർത്തി എന്നാണ് എന്ന് ചരിത്രത്തിൽ കാണാം. വേറെയും ആയത്തുകളിലുണ്ട്. സൂറത്ത് ആൽ ഇംറാനിലെ 20-ാമത്തെ വചനത്തിൽ വഖുൽ ലദീന ഊതുൽ കിതാബ വൽ ഉമ്മീന അസ്ലംതും, കിതാബ് നൽകപ്പെട്ടവരോടും കിതാബ് നൽകപ്പെടാത്ത ഉമ്മീങ്ങളായ അറബികളോടും പ്രവാചകരെ താങ്കൾ പറയുക അസ്ലംതും, നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുന്നില്ലേ. അതായത് അസ്ലിമു, നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കൂ എന്നാണ് അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നത് എന്നാണ്. ഫഹൽ അൻതും ഷാക്കിറൂൻ, അപ്പോൾ നിങ്ങൾ ശുക്ർ ചെയ്യുന്നില്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശുക്ർ ചെയ്യൂ. ശുക്ർ എന്ന് പറഞ്ഞാൽ എന്താണ്? ശുക്റുൽ അബ്ദി ലി റബ്ബിഹി, ഒരു അടിമ തൻ്റെ റബ്ബിന് ശുക്ർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അയ്യസ്തഈന ബിനിഅമിഹി അലാ ത്വാഅതിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള നിഅമത്തുകൾ, ആ നിഅമത്തുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുക, അവന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നാൽ, നല്ല ആരോഗ്യം തന്നാൽ, നല്ല സമ്പത്ത് തന്നാൽ, ആ സമ്പത്ത് ഉപയോഗിച്ച്, ആ ആരോഗ്യം ഉപയോഗിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അതാണ് ശുക്ർ എന്ന് പറഞ്ഞാൽ. നമസ്കരിക്കുക, അതൊക്കെ കിട്ടുമ്പോൾ നമസ്കാരം ഒഴിവാക്കുക, സക്കാത്ത് ഒഴിവാക്കുക, സ്വതക്ക ഒഴിവാക്കുക, അതല്ല ശുക്ർ. അതൊക്കെ ചെയ്യാൻ വേണ്ടി ഇത് സഹായകമാവുക എന്നതാണ് ശുക്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. ഇനി അങ്ങനെ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇങ്ങോട്ട് ശുക്ർ ചെയ്യുമെന്ന് കാണാം. ശുക്റു റബ്ബി ലി അബ്ദിഹി, ഒരടിമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ശുക്ർ അതെന്താണ്? അയ്യുസീബഹു സവാബൽ ജസീല മിൻ അമലിഹിൽ ഖലീൽ, അവൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ പ്രവർത്തനങ്ങൾക്ക് പോലും വമ്പിച്ച പ്രതിഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുമെന്നതാണ്. അപ്പോൾ ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമക്ക് കൊടുക്കുന്ന ശുക്ർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ള, ഇവിടെ പരാമർശിച്ചിട്ടുള്ള ആ ഒരു നിഅമത്ത്, ഇരുമ്പിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വഴക്കി തന്നു,
അതിനെ ഉരുക്കിക്കൊണ്ട് നമുക്ക് വ്യത്യസ്തമായ കാര്യങ്ങൾ ഉണ്ടാക്കാം. ഇന്ന് ലോകത്ത് എന്തൊക്കെ വസ്തുക്കൾ അതുകൊണ്ട് നമ്മൾക്ക് ഉണ്ടാക്കുന്നു, എത്ര ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നു, യുദ്ധോപകരണങ്ങളും അല്ലാത്തതും ഗൃഹോപകരണങ്ങളും തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ട് നമ്മൾക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതങ്ങനെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തന്നതുകൊണ്ടാണ് എന്ന ആ ഒരു നിഅമത്തിനെ പറഞ്ഞിട്ടാണ് ഫഹൽ അൻതും ഷാക്കിറൂൻ, നിങ്ങൾ ശുക്ർ ചെയ്യുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. മാത്രവുമല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ചാണല്ലോ പരാമർശമുള്ളത്. അദ്ദേഹം ജോലി ചെയ്ത് ജീവിച്ചിരുന്ന ആളാണ്. അദ്ദേഹത്തിന് പടയങ്കി ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു എന്നൊക്കെ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഇവിടെ പണ്ഡിതന്മാർ വിശദീകരിച്ചപ്പോൾ ഇമാം ഖുർത്തുബിയെ പോലെയുള്ള ആളുകളൊക്കെ പറഞ്ഞു, സബബുകൾ സ്വീകരിക്കുക എന്നത് ഈ ആയത്ത് അതിന് അടിസ്ഥാനമാകുന്നു. ഹാദിഹിൽ ആയത്തു അസ്ലുൻ ഫി ഇത്തിഖാദി സനായി വൽ അസ്ബാബ്, നമ്മുടെ ജീവിതത്തിൽ സബബുകൾ സ്വീകരിക്കണം, കാരണങ്ങൾ സ്വീകരിക്കണം എന്നതിലേക്കുള്ള ഒരു അസ്ലാകുന്നു ഈ ആയത്ത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. പണിയെടുക്കാതെ പൈസ ഉണ്ടാകുമെന്ന് വിചാരിച്ച് കുത്തിരിക്കാൻ പാടില്ല, മറിച്ച് പണിക്ക് പോകണം, എന്നിട്ട് പണിയെടുത്തുകൊണ്ട് നമ്മൾ പൈസ ഉണ്ടാക്കിയാണ്ട് തിന്നണം എന്നതാണ് ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഫസ്സബബു സുന്നത്തുല്ലാഹി ഫീ ഖൽഖിഹി, അല്ലാഹു സുബ്ഹാനഹു തന്റെ സൃഷ്ടികളിൽ അല്ലാഹു നടപ്പിലാക്കിയ ഒരു സുന്നത്താകുന്നു ഇത് എന്നാണ് അദ്ദേഹം അതിനെ സബബിനെ കുറിച്ച് പറഞ്ഞത്. കാരണങ്ങൾ നമ്മൾ സ്വീകരിക്കണം. ഫമൻ തഅന ഫീ ദാലിക, ആ കാര്യത്തെ ആരാക്ഷേപിച്ചുവോ ഫഖദ് തഅന ഫിൽ കിതാബി വസുന്നതി, അവൻ കിതാബിനെയും സുന്നത്തിനെയുമാണ് ആക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോൾ ജോലിക്ക് പോയി പണിയെടുത്തുകൊണ്ട് പൈസ ഉണ്ടാക്കി അതിലൂടെ തിന്നുക എന്നതാണ് കൃത്യമായ വഴി എന്ന് ഇതിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയണം വഖദ് അഖ്ബർ അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുണ്ട് അൻ നബി ദാവൂദ് നബിയെ കുറിച്ച് അന്നഹു കാന യസ്നഉ ദുറൂഅ, അദ്ദേഹം പടച്ചട്ട ഉണ്ടാക്കുന്നവനായിരുന്നു. വകാന അയ്ദൻ യസ്നഉൽ ഖൂസ വകാന യഅകുലു മിൻ അമലി യദിഹി, അദ്ദേഹം തന്റെ കൈകൊണ്ട് ജോലി ചെയ്തുകൊണ്ടാണ് ഭക്ഷണം കഴിച്ചിരുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുണ്ട്. വകാന ആദമു ഹറാസൻ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിലം കുഴിയുന്ന ജോലി ചെയ്യുന്ന ആളായിരുന്നു. വനൂഹുൻ നജ്ജാറൻ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നല്ല കാർപ്പൻ്ററായിരുന്നു, നല്ല ആശാരിയായിരുന്നു. വലുക്മാനു ഖയ്യാത്തൻ, ലുക്മാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നല്ല നെയ്ത്ത് ജോലി അറിയുന്ന ആളായിരുന്നു. അവരൊക്കെ ജോലിയെടുത്ത് അങ്ങനെ ജീവിച്ചിരുന്ന ആളായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയാം സ്വൻഅത്ത്, നമ്മുടെ ജോലി എന്ന് പറയുന്നത് അതെടുത്തു കഴിഞ്ഞാൽ യകുഫു ബിഹൽ ഇൻസാനു നഫ്സഹു അനിന്നാസ്, ജനങ്ങളോട് ചോദിക്കാതെ ജനങ്ങളുടെ മുമ്പിൽ കൈനീട്ടാതെ അവന് ജീവിക്കാൻ സാധിക്കും. വയദ്ഫഉ ബിഹാ അൻ നഫ്സിഹി ദററ വൽ ബഅസ, അവന്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ദൂരീകരിക്കാൻ അതുകൊണ്ട് അവന് സാധിക്കും. അതുകൊണ്ട് തന്നെ ആ നിലയ്ക്ക് നമ്മൾ സബബുകളെ സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നതിലേക്ക് വെളിച്ചമേകുന്ന ആയത്താകുന്നു ഇത് എന്നാണ് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു വെക്കുന്നത്. ഈ ആയത്ത് കഴിഞ്ഞ അടുത്ത ആയത്തിൽ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രധാനപ്പെട്ട നിയമത്തുകളാണ് ഇപ്പോൾ എടുത്തു പറഞ്ഞത്. ഇനി അതിനുശേഷം വരുന്ന ആയത്തിൽ 81-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകിയ, ദാവൂദ് നബിയുടെ മകൻ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇമാം ഖത്താദ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വറസല്ലാഹു തആല സുലൈമാന മിൻ ദാവൂദ മുൽകഹു വ നുബുവതഹു, ദാവൂദ് നബിയിൽ നിന്ന് സുലൈമാൻ നബിക്ക് അനന്തരമായി അള്ളാഹു നൽകിയത് അദ്ദേഹത്തിന്റെ രാജാധികാരവും അദ്ദേഹത്തിന്റെ പ്രവാചകത്വവുമാകുന്നു. മാത്രവുമല്ല വസാദഹു അലൈഹി അംറൈനി, രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തിന് വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. സഖറ ലഹു റീഹ വശൈത്താൻ ഷയാത്തീൻ, ഷൈത്താന്മാരെയും പിശാചുക്കളെയും കാറ്റിനെയും അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കീഴ്പ്പെടുത്തി കൊടുത്തു എന്നാണ്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ഒരു വാചകം ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. വഹാദ വല്ലാഹു അലം വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. ആയത്തൊരു ഒരിക്കൽ കൂടെ നമുക്ക് ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. وعلمناه صنعة لبوس لكم لتحصنكم من بأسكم فهل أنتم شاكرون. وهذا والله أعلم صلى الله على نبينا محمد وآله وصحبه وسلم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.